ഹായ് ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക്. സോ നമ്മുടെ റെയിൽവേ എക്സാം അല്ലേ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ നവംബർ 20 സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പ് ഡി എക്സാം ഇപ്പോഴും ഒരുപാട് പേർക്ക് എക്സാം കഴിഞ്ഞിട്ട് അവരുടെ എക്സാം ചെയ്തു. കുറച്ച് പേർക്ക് ഇന്നും ഉണ്ടായിരുന്നു അല്ലേ. സോ ഗ്രൂപ്പ് ഡി എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വരുന്ന സ്റ്റേജ് എന്ന് പറയാം അല്ലെ, അതിൽ സെലക്ട് ആയവർക്ക് ഗ്രൂപ്പ് ഡി CBT 1 കിട്ടിയവർക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ്. അപ്പൊ ഫിസിക്കൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്താണ് ഫിസിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ ടെസ്റ്റ് എന്താണ്, അപ്പൊ അതിന് ശേഷമുള്ളത് എന്താണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡി ഫിസിക്കൽ ടെസ്റ്റ് അല്ലെ. അപ്പൊ ഈ ഫിസിക്കൽ വരുന്നതിന് മുമ്പ് എന്താണ് ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്, എക്സാം സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോ റണ്ണിങ് എന്താണ്, അതായത് ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ PET ആണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഈ CBT 1ന്റെ അല്ലെങ്കിൽ CBTയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേക്കൻസി നമുക്കറിയാം 32,000 വേക്കൻസീസ് ആണ് ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. വേക്കൻസി കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഇതിന് മുൻപത്തേക്കാളും കുറവാണ്. ഇനി ഇപ്പോൾ എല്ലാ വർഷവും വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രൂപ്പ് ഡീസ് വേക്കൻസീസ് കുറയും അല്ലേ. അപ്പൊ ഈ വർഷം 32,000 വേക്കൻസി, അപ്പൊ അതിന്റെ 3 ഇരട്ടി ആയിരിക്കും ഫിസിക്കലിന് വിളിക്കുക. ആ ഒരു റേഷ്യോ മേ ബി പേര് ചെയ്യാം, പക്ഷെ എന്നിരുന്നാലും റെയിൽവേ പറയുന്നത് വേക്കൻസിയുടെ 3 ഇരട്ടിയാണ് ഫിസിക്കലിന് വിളിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യം, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ്. വേക്കൻസിയുടെ 3 ഇരട്ടി CBT 1ന്റെ ഔട്ടിൽ ആ ഒരു റേഷ്യോയിലായിരിക്കും, അത് 3 ഇരട്ടി ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുന്നവരുടെ. അപ്പൊ ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം പിന്നീടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ DV ആണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അല്ലെ. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രീമി ലെയർ, ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ് EWS ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷമാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പൊ ഇത്രയുമാണ് ഗ്രൂപ്പ് ഡിയുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ഡി ഫസ്റ്റ് സ്റ്റേജ്, അതായത് CBT നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കറന്റ് നടക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ജാനുവരി പകുതിയോടുകൂടി CBT കംപ്ലീറ്റ് ആവും. CBT കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സ്, അതിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലാണ് അല്ലെ. അപ്പൊ ഫിസിക്കലിന് എന്തൊക്കെയാണ്, ഫിസിക്കലിന് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും രണ്ട് ടൈപ്പാണ്, 2 രീതിയിലാണ് പറയുന്നത്. അപ്പൊ മെയിലിന്റെ കേസിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട് അല്ലെ. വെയിറ്റ് ലിഫ്റ്റിംഗ് ഒരു വെയിറ്റ് എടുത്ത് വെച്ചിട്ട് ഓടണം. അപ്പോൾ വെയിറ്റ് 35 കിലോഗ്രാം വെയിറ്റ് ആണ്. 100 മീറ്റർ ഡിസ്റ്റൻസ് 2 മിനിറ്റിൽ കവർ ചെയ്യണം. 5 kg ആണ് മെയിലിനുള്ള ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഈ പോകുന്ന സമയത്ത് ആ വെയിറ്റ് താഴെ പോകാനും പാടില്ല. ഇതിന് ഒറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. വീണ് കഴിഞ്ഞിട്ട് പിന്നെയും സാർ ഒരു ചാൻസ് നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ല. ഒറ്റ ചാൻസിൽ 35 കിലോ വെയിറ്റ് 200 മീറ്റർ ഡിസ്റ്റൻസിൽ 2 റൺ ചെയ്തെടുക്കണം അല്ലെ. ഇനി അടുത്തത് എന്താണ്, 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. അപ്പൊ അതിന്റെ കവറിങ് ഡിസ്റ്റൻസ് മെയിൽ കാൻഡിഡേറ്റ്സിന് 4 മിനിറ്റ് 15 സെക്കൻഡ് ആണ്. അതും ഒറ്റ ചാൻസ് മാത്രമേ 4 മിനിറ്റ് 15 സെക്കൻഡിൽ 1 കിലോമീറ്റർ അവർ ഓടിയെടുക്കണം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് സെയിം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആ വെയിറ്റിന്റെ കേസിൽ മാത്രം മെയിലിന് 35 കിലോ വെയിറ്റ് ഷോൾഡറിൽ എടുത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വെയിറ്റ് 20 കിലോയാണ്. 20 കിലോ സെയിം തന്നെ 2 മിനിറ്റ് 100 മീറ്റർ ഡിസ്റ്റൻസിൽ അത് താഴെ വീഴാതെ കവർ ചെയ്യണം. അതും ഒറ്റ ചാൻസേ ഉള്ളൂ, വീണ് കഴിഞ്ഞാൽ പോയി. ഇനി റണ്ണിങ് കേസ് ആണെങ്കിൽ, ഓട്ടമാണെങ്കിൽ മറ്റ് മെയിലിന് 4 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ 5 മിനിറ്റ് 40 സെക്കൻഡ് ആണ് 1 കിലോമീറ്റർ ഓടിയെടുക്കാൻ പറയുന്നത്. സോ 5 മിനിറ്റ് 40 സെക്കൻഡിൽ 1 മണിക്കൂർ 1 കിലോമീറ്റർ 1000 മീറ്റർ ഓടിയെടുക്കണം. അതും ഒറ്റ. അപ്പൊ ഫിസിക്കലിന് എല്ലാവർക്കും ഒറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. വെയിറ്റിന്റെ കേസ് മാത്രമേ ഉള്ളൂ മെയിലും ഫീമെയിലും ഡിഫറെന്റ് ആയിട്ടുള്ള. ബാക്കി ഏകദേശം ക്രൈറ്റീരിയ സെയിം തന്നെ. ഈ റണ്ണിങ് 1 കിലോമീറ്റർ റണ്ണിങ്ങിൽ ടൈം ഡിഫറൻസും ഉണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു ഫിസിക്കലില് മെയിലിലെ ഫീമെയിലെ ഫിസിക്കൽ ടെസ്റ്റിലുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെയാണ് ഫിസിക്കൽ നോക്കണം. അപ്പോൾ ഈ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട്
റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് നിൽക്കരുത്. എക്സാം എഴുതി ഏകദേശം നമുക്ക് തന്നെ ഒരു ഇതാണ്, നമ്മൾ ഇത്ര അറ്റംപ്റ്റ് കൊടുത്തു, ഒരു 75+ അറ്റംപ്റ്റ് നല്ല രീതിയിൽ കൊടുത്തവർ നിങ്ങളുടെ ഫിസിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 75+ അറ്റംപ്റ്റ് ഉണ്ടോ, ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കാതെ ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ വെയിറ്റ് ബാലൻസ് ചെയ്യണം, ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യണം, താഴെ പോകരുത്, ഒറ്റ ചാൻസേ ഉള്ളൂ. അപ്പൊ അത് ഇപ്പോഴേ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആക്കി പ്രാക്ടീസ് ഇപ്പോഴേ ചെയ്താൽ മാത്രമേ ടൈമിൽ നമുക്ക് പറ്റുള്ളൂ. സോ ഒരു 75+ അറ്റംപ്റ്റ് കൊടുത്തവര്, വിത്തൗട്ട് നെഗറ്റീവ്സ് കൊടുത്തവര് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഫിസിക്കൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ്, നമുക്കറിയാം മെഡിക്കൽ ആണ്. ഫിസിക്കൽ കഴിഞ്ഞാലുള്ള സ്റ്റേജ്. മെഡിക്കലില് എന്തൊക്കെയാണ്? കണ്ണ് പരിശോധന ഉണ്ട് അല്ലെ, വിഷൻ ഉണ്ട്, അതേപോലെ ചെവിയുടെ ഹിയറിംഗ് ഉണ്ട്, പിന്നെ ഫിസിക്കൽ മെഷർമെന്റ്, അവർ പറയുന്ന ഒരു ഫിസിക്കൽ മെഷർമെന്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ജനറൽ ഹെൽത്ത്, ഈ ബാക്കി കാര്യങ്ങളെല്ലാം നോർമലി ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഫിസിക്കലിന് ഇത് കാണുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ അല്ലെ. അപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ ആ ഒരു മെഡിക്കൽ എക്സാമിനേഷനിൽ ഇത് കാണിക്കും, വായിക്കാൻ പറയണം. അപ്പൊ ഈ സംഭവമാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ചെക്ക് ചെയ്യുന്നത്. ഇത് അതേപോലെ ഈ സർക്കിളിനകത്തൊക്കെ ഏത് നമ്പറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്പറാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെ, ഇഷിമേരു സംതിങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തരും. ഇത് നമ്മുടെ കളർ വിഷൻ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ക്രീൻ തരും, അതിൽ എന്താണ് നമ്പർ എന്നൊക്കെ ഉള്ളത് നോക്കണം. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് ചെക്കിങ്ങിൽ ഇതൊക്കെയാണ് നോക്കുന്നത്. ഫിസിക്കൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്തവർക്ക് എന്തായാലും അറിയാലോ എത്ര അറ്റംപ്റ്റ് ഉണ്ട്, എത്രയാണ് എന്നുള്ളത്. സോ 75 ഉള്ളവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫിസിക്കലിന്റെ ആ ഒരു ഫിസിക്കൽ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എക്സാം പാറ്റേൺ അങ്ങ് എല്ലാവർക്കും അറിയാം, കാരണം ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണ്, എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ആ ഒരു പാറ്റേണിൽ 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സും GK ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് എടുത്തു പറയാൻ കാര്യം, നമ്മൾ അകത്താണോ പുറത്താണോ എന്നുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. കാരണം കറണ്ട് അഫയേഴ്സ് GK ആണ്. അതിൽ ഇപ്പം ചോദിച്ചിട്ടുള്ളതിൽ 90% കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുത്ത്, ഇനി എക്സാം ഉള്ളവർ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പോകുന്ന കണക്കിന് സയൻസ് 25, അതിൽ തന്നെ ഫിസിക്സിൽ നിന്നും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിച്ചിട്ട് കണ്ടില്ല, മാത്സ് പിന്നെ റീസണിങ് 30 മാർക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ റെഗുലർ എല്ലാ ദിവസവും ഇതിന്റെ സെഷൻ വൈകിട്ട് 3 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ മറക്കാതെ ഡെയിലി 3 മണിക്കുള്ള നമ്മുടെ പവർ സെഷൻ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ വരുന്ന എക്സാംസ് വരുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. 3 മണിയുടെ പവർ സെഷന്റെ കാര്യം മറക്കണ്ട. അതിൽ നിന്നും ഒരുപാട് പേർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കറന്റ് നടക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതേ പാറ്റേൺ തന്നെയാണ് റെയിൽവേ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നത്. നവംബർ 27 എക്സാം സ്റ്റാർട്ട് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും റെയിൽവേ ഫോളോ ചെയ്യുന്നത്, മാറ്റമൊന്നുമില്ല. സോ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ലൈവ് നമ്മൾ ഡെയിലി 3 മണിക്ക്, ഞായറാഴ്ച ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും 3 മണിക്ക് പോകുന്നുണ്ട്. അപ്പൊ മറക്കാതെ നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ഗ്രൂപ്പ് ഡി കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്നത് NTPC ആണല്ലേ, ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡി കഴിഞ്ഞിട്ട് എന്റെ എക്സാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കണ്ട. അടുത്ത പ്രിപ്പറേഷൻസ് ഫിസിക്കലിന് വേണ്ടിയുള്ളവർ അത് കൊടുക്കുക, സൈഡിൽ കൂടെ കുറച്ച് സമയം അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇനി എവിടെ നിന്നാണ് പ്രിപ്പറേഷൻ, ആരാണ് കൂട്ടുന്നതെന്നും ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ AZB അക്കാഡമിയിൽ NTPC കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി, കോഴ്സ് പർച്ചേസ് ചെയ്യാനും വേണ്ടി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ PDF-ഉം ഫ്രീ ക്ലാസ്സസും അതുപോലെ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസിന്റെ ഫ്രീ നോട്ട്സും ഫ്രീ ക്ലാസ്സസിന്റെ ലിങ്കും ഒക്കെ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്